ശ്യാമ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നല്ലോ. ഇന്നലെ പുറത്തു വന്നപ്പോൾ മുതൽ നാട്ടുകാർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വന്തം അമ്മമാര്, നടിമാരെ, അതായത് മക്കളെ കൊണ്ട് കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ട്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെന്ന് അമ്മമാർ പറയുന്നു. അമ്മമാർക്കതൊരു വിഷയമല്ല. എന്നിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം അവർ പറയുന്നത് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്നുള്ളൊരു വലിയ ശക്തമായിട്ടുള്ളൊരു വളരെ നീചമായിട്ടുള്ളൊരു ടോക്ക് നടക്കുന്നുണ്ട് സമൂഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ അമ്മമാര് തന്നെ കുട്ടി കൊടുക്കുന്ന സ്വന്തം മക്കളെയാണ് കൊണ്ട് കൊടുക്കുന്നത്, അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നമ്മുടെ ഈ നടിമാരുടെ, അതായത് ഈ സിനിമയുടെ തൊഴിൽ മേഖലയിൽ മാത്രമുള്ളതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, എല്ലാവർക്കും അറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നടിമാർക്ക് കൊമ്പൊന്നുമില്ല. അതായത് സ്ത്രീ ആയിട്ടുള്ളൊരു ആണോ, ഇപ്പോൾ ഇവിടെ കല്ല് ചുമക്കുന്നൊരു സ്ത്രീ ആയിരുന്നാൽ പോലും അവർക്ക് യൂറിനേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അതില്ല. മറിച്ച് നടിമാർക്ക് യൂറിനേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ സമസ്ത മേഖലയും അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറത്ത് ഡാനിഷ് മുഹമ്മദ് കേസ്, പിന്നെ ഒരു സജിൻ ദാസിൻ്റെ കേസ്, ഈ രണ്ട് കേസിലും, അതായത് രണ്ടിലും ഇവർ നിരപരാധികളാണെന്നാണ് പറയുന്നത്. ആരാ? ഈ രണ്ട് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റിയിൽ മൊത്തം ആരോപണങ്ങളാണ്. ഇതൊരു എൻക്വയറി റിപ്പോർട്ടല്ല, മറിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. ആരോപണങ്ങൾ വന്ന നടന്മാരുടെ പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ നടന്മാർ ഇതിനകത്ത് പെട്ടുപോയതാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് കേസുകൾ എൻ്റെ കണ്ണിൽ പെടുന്നത്. ഇത് പോലീസ് അന്വേഷിച്ച കേസാണ്. അന്വേഷിച്ച് ഇതിനകത്ത് എന്താണ് വിഷയമെന്ന് കണ്ടെത്തിയ കേസാണ്. എന്താണ് ഈ സംഭവം? ഇത് ഒരു കേസായി പിന്നെ സജിൻ ദാസ്, അതിൻ്റെ കേസ് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടും കേട്ടോ. എന്താണ് സജിൻ ദാസ് എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മേസ്തിരി പണിക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം പത്തനംതിട്ട അടൂർ സ്വദേശിനിയായിട്ടുള്ള 30 വയസ്സുകാരിയായിട്ട് പരിചയപ്പെടുന്നു. ഈ 30 വയസ്സുകാരിയുമായി പരിചയപ്പെട്ട സജിൻ ദാസ് ഇവർ തമ്മിൽ വേളാങ്കണ്ണിയിലും ഊട്ടിയിലുമൊക്കെ യാത്ര പോകുന്നു. ഈ 30 വയസ്സുകാരി, സജിൻ ദാസിൻ്റെ പ്രായം 24 വയസ്സാണ്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുപ്പം പുലർത്തുകയും പിന്നീട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും യാത്ര പോവുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ 30 വയസ്സുകാരി ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്രേ ഇങ്ങനെ തന്നെ പീഡിപ്പിച്ചു സജിൻ ദാസ് എന്ന്. അത് ശരി, പലതവണ പീഡിപ്പിച്ചു. അവർ വീട്ടമ്മയായിരുന്നപ്പോൾ സജിൻ ദാസുമായിട്ട് ബന്ധം സ്ഥാപിച്ച് സജിൻ ദാസിന്റെ കൂടെ പല തവണ കറങ്ങിയിട്ട് ഇപ്പൊ ഭർത്താവിനോട് പറയുന്നു സജിൻ ദാസ് പീഡിപ്പിച്ചു. ഭർത്താവ് കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തു. സജിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് ശരി, ഫോട്ടോയും പുറത്തു വിട്ടു. നമ്മളെ നാട്ടിലൊക്കെ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. അതെ, ഇവിടെ ഫീനിക്സ് കപ്പിൾസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ ആളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ രസമാണ്. ഡാനിഷ് മുഹമ്മദ്, പെരിന്തൽമണ്ണയാണ്, പിന്നെ മലപ്പുറം. ഈ പെരിന്തൽമണ്ണ പിന്നെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു യുവതിയെ, മുൻപരിചയമുള്ള യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഈ ഡാനിഷ് മുഹമ്മദ്. തുടർന്ന് യുവതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡാനിഷ് മുഹമ്മദിന്റെ മാതാവ് ഇടപെടുകയും തുടർന്ന് യുവതി പരാതി കൊടുക്കാതെ പിന്മാറുകയും ആയിരുന്നു എന്നാണ് യുവതി പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് മെയ് മാസത്തിൽ. ജൂൺ 2-ാം തീയതി ഈ യുവതിയെ പിന്നെ ഡാനിഷ് മുഹമ്മദ് വീണ്ടും പീഡിപ്പിച്ചു പോലും. അതെങ്ങനെയാണെന്നറിയാമോ? യുവതിയെ ഡാനിഷ് മുഹമ്മദ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഡാനിഷ് മുഹമ്മദ് വിളിച്ചു വരുത്തി പോലും. യുവതിയെ വിളിച്ചു വരുത്തി ഒരു തവണത്തെ പീഡനം തടഞ്ഞു. എന്നിട്ട് പിന്നീട് ഡാനിഷ് മുഹമ്മദ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ബാത്റൂമിൽ കയറ്റി പീഡിപ്പിച്ചു. ബാത്റൂമിനുള്ളിലേക്ക് കയറ്റി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ബാത്റൂമിനുള്ളിലേക്ക് കയറ്റി പീഡിപ്പിച്ചു പോലും. അങ്ങനെയാണോ പറയുന്നത്? ഞാൻ വിചാരിച്ച ബാത്റൂമിനുള്ളിലേക്ക് ബലമായി അല്ല, അവിടെ ഒരു ഷോറൂമാണത്, ഇഷ്ടംപോലെ ആളുകളുള്ള ഷോറൂമിൽ തനിക്ക് രഹസ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡാനിഷ് മുഹമ്മദ് യുവതിയെ ബാത്റൂമിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി അതിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു. അറസ്റ്റ്, കേസ് ബലാത്സംഗം. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇവരൊക്കെ എന്താ ഒരു ബോധമില്ല? നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഈ പറയുന്ന നിയമം ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയല്ലേ? ഈ ഉടായിപ്പ് കേസുകളൊക്കെ ഇത് കോടതി പോയി പൊളിഞ്ഞു പോകത്തില്ല. ഇതൊക്കെ 100% അത് പൊളിഞ്ഞു പോകത്തില്ല. കോടതി ഇരിക്കുന്ന മജിസ്ട്രേറ്റ് എന്ന് മനസ്സിലാവത്തില്ല. ഇത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് മെയ് മാസത്തിൽ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്നും തുടർന്ന് കേസിന് പോയപ്പോൾ മാതാവാണ് വന്ന് തടഞ്ഞതെന്നും ജൂൺ മാസം 2-ാം തീയതി ഇതേ പ്രതി ഈ നെഗറ്റീവോടെ അവൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് പോയത്? പിന്നെ അടുത്ത് ഈ പറയുന്ന വേറൊരുത്തനെ പിടിച്ചിട്ടുണ്ട് ഇന്ന്, അത് ലിജു. അവനും ഇതുപോലൊരു കേസിനകത്ത് പെട്ട് കുറെ കാലം ഒളിച്ചു കിടക്കുമായിരുന്നു കേട്ടോ. ഒളിച്ചു നടക്കുന്നവൻ ഒളിച്ചു കിടന്നാൽ പോരെ. അവൻ ഇന്നലെ ആറന്മുള പിന്നെ ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ പാരാത്രി പോയി ചായ കുടിക്കുന്നു. അപ്പൊ ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചോണ്ടിരിക്കുന്ന ചായ കുടിച്ചാൽ പോരെ, പോലീസിനെ കാണുമ്പോൾ ഓടണോ? ആറന്മുള അത് ശരി.
ആറന്മുള പോലീസ് ഇവൻ പിന്നെ ചായ കുടിച്ചോണ്ട് പോലീസിനെ കണ്ടു, പോലീസിനെ കണ്ടപ്പോ ഓടി. അവൻ ആ പോലീസോട് യാതൊരു ബന്ധവുമില്ല. ഇവന്റെ കേസ് നടക്കുന്ന ഇലവന്തിട്ട പോലീസിനെ പേടിച്ചാൽ പോരെ. ഇവൻ ആറന്മുള പോലീസ്. അത് വിളിച്ച് നടക്കുന്നവൻ ഈ പാതിരാത്രിക്ക് ഇറങ്ങിയ പോലീസ് വിളിച്ചെടുത്ത് എന്തെങ്കിലും ചോദിക്കും. ഇത് ചായക്കടയിൽ നിന്നാ ഒന്നും ചോദിക്കത്തില്ല. ഇത് തട്ടുകടയില്ലേ, തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചോണ്ട് അപ്പോൾ പോലീസ് ജീപ്പ് വന്നു. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇവ ഒരു ഓട്ടം. പിന്നെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. കാര്യം എന്താണെന്ന് അറിയണ്ടവനെ ഇവ ഓടി. എന്നിട്ടും പോലീസ് അത്രയും ഏതാണ്ട് 1 കിലോമീറ്ററോളം ഓടിച്ചിട്ട് പോലീസ് പിടിച്ചോണ്ട് വന്നിട്ട് നീ എന്തിനാ ഓടുന്നതെന്നാ പോലീസ് ചോദിക്കുന്നത്. എനിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഓടണം, എങ്കിലേ ചായ ദഹിക്കും. ഓടിച്ചിട്ട് പിടിച്ച് ആറന്മുള പോലീസ് കൊണ്ടുവന്നു. ആറന്മുള പോലീസ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ അവരെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവന്റെ ചിത്രമെടുത്ത് പോലീസിന്റെ ഒരു പ്രത്യേകം ഉണ്ടല്ലോ, അവർ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും. അതെ അതെ, ഗ്രൂപ്പിൽ ഇടുമ്പോൾ പോലീസ് പറയും ഇത് മറ്റവനല്ലേ. ഇലവന്തിട്ട പോലീസ് ഏതാണ്ട് 6 മാസമായിട്ട് ഇവനെ കിട്ടാത്തതിന്റെ പേരിൽ അവനെ നടപടിയെടുക്കേണ്ട അവസ്ഥയിലിരിക്കുക. ഇവനെയും പിടുത്തിയതാന്നാണ് പറയുന്നത്. ഇവനും ഇതുപോലെ ഈ പറയുന്ന പോലെ ഇങ്ങനെ പിന്നെ ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ പോയിട്ട് ഇത്തരത്തിലുള്ള സംഭവത്തിൽപ്പെട്ട് ഇതിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കഥ കൂടുതലായിട്ട് നമുക്ക് എടുക്കണം. അതവനെ എന്തായാലും അവനെ നമ്മളിപ്പോൾ തൽക്കാലം ന്യായീകരിക്കുന്നില്ല. അവനെ ന്യായീകരിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. ഇത്തരം എഫ്ഐആറുകൾ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലതവണ ചർച്ചയാണ്, യഥാർത്ഥ ഇരകൾ പുറത്തു വരുന്നില്ല. യഥാർത്ഥ ഇരകൾ പുറത്തു വരാതെ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നു. ഇത്തരം കേസുകളുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ഈ വാർത്തയുടെ താഴെ വരുന്ന നമ്മൾ കമന്റുകളൊക്കെ ഇരുന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നാൽ അതിന്റെ താഴെയുള്ള കമന്റിന്റെ അവസ്ഥ ഏതായിരിക്കും. ഈ സ്ത്രീ തന്നെ വേട്ടയാടപ്പെടും. കാരണം ഈ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കഥ ഇങ്ങനെ തന്നെ പോലീസ് കൊടുക്കുന്ന കാര്യം എന്താ അറിയാമോ. ഇത് പോലീസാണ് ഈ കഥ പുറത്തുവിടുന്നത്. ഇങ്ങനെ തന്നെ പോലീസ് കഥ പുറത്തുവിടാനുള്ള കാരണം ഈ കേസിലെ തട്ടിപ്പ് പോലീസിന് അറിയാം, പക്ഷെ അവർക്ക് എഫ്ഐആർ ഇട്ടേ പറ്റും. അപ്പോൾ ഈ കഥ അതുപോലെ പോലീസ് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഈ കഥ വായിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളാം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് പോലീസ് പുറത്തുവിടുന്നത്. ഈ സിനിമാ മേഖലയിലും ഇങ്ങനെ കുറെ സംഭവമുണ്ട്. ഇത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക, എന്നിട്ട് അവരുടെ പിന്നെ താല്പര്യത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന ചിലരൊക്കെ എന്താണെന്നറിയാം, അവസരം കിട്ടാത്തതുകൊണ്ട്. അവർക്ക് അവസരം കിട്ടാതായപ്പോഴാണ് അവർ പോയി ഹേമ കമ്മിറ്റിയിൽ ചിലരൊക്കെ കൊണ്ടുപോയി മൊഴി കൊടുത്തത്. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴാണ്. അവസരം കിട്ടിയ ഒരാൾ ഹേമ കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റി പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇവിടെ എല്ലാം അടിപൊളിയാണ്, ഹാപ്പിയാണെന്ന് പറഞ്ഞു. അതൊന്നും അവർക്ക് അവസരമുണ്ട്. അവർ ഈ WCCയിൽ അംഗമായിരുന്നു. WCCയിൽ അംഗമായിട്ട് ഇരുന്നിട്ട് അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ അവരതിൽ നിന്ന് മുങ്ങി. പല നടിമാരും അവരാണ്. അവര് തുടങ്ങി വെച്ചിട്ട് അവർക്കൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നല്ലോ. അവർ കൃത്യമായിട്ട് ഇതിനകത്തൊക്കെ ചില പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരാളെ മാത്രം വേട്ടയാടുന്നതിനോട് നമുക്കത് യോജിക്കാൻ പറ്റില്ല. ആ സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ കഥ കൃത്യമായി അന്വേഷിച്ചാൽ അതിനകത്ത് ഒരാളുടെ ഒരു നാക്കുപിഴയാണ് ആ സംഭവത്തിന്റെ ഒരു കാരണം. അതായത് ഒരാൾ ഈ പൾസർ സുനിയോട് മദ്യപിച്ചിരിക്കെ സംസാരിച്ചു. പൾസർ സുനിയോട് പറഞ്ഞു എനിക്ക് മറ്റേ ഒരു ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതം തകർക്കാനുള്ള പെണ്ണാണോ പറഞ്ഞത്? ആരാ? പൾസർ സുനിയോട് പറഞ്ഞത് ആണ്. എനിക്കറിയാം. ഞാൻ അതെ, നടന്മാർക്ക് ഇവിടെ ആണുങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല. പേര് പറഞ്ഞു. പെണ്ണുങ്ങളാണെങ്കിലാണ് പ്രശ്നം. ഞാൻ അറിഞ്ഞ കഥ അതായത് മദ്യപിച്ചിരിക്കെ ദിലീപ് എന്ന് പറയുന്ന നടൻ പൾസർ സുനിയോട് പറഞ്ഞു എനിക്ക് എന്റെ കുടുംബജീവിതം തകർത്തൊക്കെ ഈ കക്ഷിയാണ്, ഇത് ശരിയാവത്തില്ല, എന്നെ പലതവണ ആത്മകഥം പറഞ്ഞു മദ്യപിച്ചു. എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, മദ്യപിച്ചിരുന്ന സമയത്ത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് പിന്നീട് ഇതിലെടുത്ത് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തു. അത് അവന്റെ ആവശ്യമായിരുന്നത്. അവൻ ഒരാളെയൊന്നുമല്ല, ഒരു നടിയൊന്നുമല്ല അവൻ കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപാട് നടിമാരെ ഈ പൾസർ സുനി വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയും അവൻ കൊട്ടേഷൻ ആയിരുന്നു. അതായത് പല നടിമാർക്കും എന്താ പറയാ കൊണ്ടുപോവുകയോ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കൊട്ടേഷനാണ് അവൻ. നമുക്ക് ഈ കഥ വിശദമായിട്ട് വേറെ രീതിയിലോട്ട് എടുക്കാം. കാരണം ഇത് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട്. ഈ ടോക്കിന്റെ ഇടയിൽ ഇത് മുങ്ങി പോകണ്ട. അത് ഞാൻ ഈ കഥ പറയാൻ കാരണം പിന്നെ ഈ ടോക്കിനിടയ്ക്ക് മുങ്ങുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുമായി ഞാൻ സിനിമയുടെ കാര്യങ്ങളുമായി നല്ലൊരു ശതമാനം എത്തിയതാണ്. നല്ലൊരു ശതമാനം വരെ വിജയിച്ച് എത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുക, ഈ സ്ക്രിപ്റ്റ് താഴെ പോവുകയൊക്കെ ചെയ്യുന്നത്. ചുരുക്ക് നല്ലപോലെ ഉള്ളതിൻ്റെ അല്ല, പിന്നീട് നടന്നില്ല. അല്ലെ, നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ആ ഒരു ആവേശത്തിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടുള്ള താല്പര്യം പോവുകയും ചെയ്തു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു വടവൃക്ഷമായി വളർന്നു വരേണ്ട ശ്യാം ബാബുവിനെ വെട്ടി വീഴ്ത്തി എന്റെ ചുരുക്കാണല്ലേ എനിക്ക്
സൈക്കോ. അല്ല, അതിനുശേഷം ഞാൻ എത്രയോ കാലത്തിന് ശേഷമാണ് സുരഭി സുഹാസിനിയുടെ സീരിയലിന്റെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത്. ഒരുപാട് കാലത്തിന് ശേഷമാണ്. എനിക്ക് ഇടയ്ക്കെങ്കിലും താല്പര്യം വരും അത് പോകുന്നുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നു. പിന്നെ ഈ സജിൻദാസ് പിന്നെ 24 വയസ്സ്, ആ 30 വയസ്സുള്ള യുവതിയല്ലേ അവർക്ക് എന്താ പ്രായത്തിന് കൂടുതലില്ലേ? ഇരയൊക്കെയാണ്, അത് അവിടെ ഇരിക്കട്ടെ, ഇര ഒരു സൈഡിലോട്ട് അവിടെ ഇരിക്കട്ടെ, ഇരയൊക്കെയാണ്. ഈ 30 വയസ്സുള്ള യുവതിക്ക് ബോധമില്ലേ? ഇവന്റെ കൂടെ പലതവണ വേളാങ്കണ്ണിയിൽ എന്തുവാ ഇവർക്ക് രണ്ടും കൂടെ പോവാൻ, ഊട്ടി പോവാൻ എന്തുവാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്നിട്ട് കൊണ്ടുവന്ന് ഒരു പീഡന പരാതി. ഞാനിത് ഏതോ ഒരു സ്കിറ്റിൽ കണ്ടതുപോലെ, ഒരു സ്കിറ്റിൽ പരാതി പറയാനായിട്ട് ഒരു സ്ത്രീ കയറി വരും. എന്നെ സാറേ എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയും. അപ്പൊ എന്താ യുവതിയെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ പറയും ഞാൻ ബസ് സ്റ്റോപ്പിൽ ചുമ്മാ നിൽക്കുകയാണ് സാറേ, അപ്പൊ വണ്ടിയും കൊണ്ട് അവിടെ വന്നിട്ട് കേറുന്ന്. അപ്പൊ ചോദിക്കും എന്നിട്ട് മാഡം കേറിയില്ലല്ലോ. ഞാൻ കേറി. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ് സാറേ നമുക്ക് തിയേറ്ററിൽ പോയാലോ എന്ന്. എന്നിട്ട് മാഡം തിയേറ്ററിൽ പോയില്ലല്ലോ. ഞാൻ പോയി സാറേ, ഞാൻ തിയേറ്ററിൽ പോയി. എങ്ങനെയാ പോകാതിരിക്കും? അതുപോലെയാണ് ഈ കഥ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ബന്ധമായിരുന്നു. എന്നിട്ട് ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഭർത്താവ് കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ ഭർത്താവ് കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ ഭർത്താവിനൊരു ബോധം വേണ്ടേ? ആലോചിക്കണ്ടേ? തന്റെ ഭാര്യയുടെ കയ്യിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അല്ല, ഇതിൽ ഭർത്താക്കന്മാരെല്ലാവരും വളരെ വളരെ നല്ല ഭർത്താക്കന്മാരുണ്ട്, വളരെ പാവപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്. മനസ്സിലായില്ലേ? തൻ്റെ കുടുംബജീവിതം തകർന്നു പോകണ്ടെന്ന് വിചാരിച്ച് ഇത് നമ്മൾ സ്ത്രീകളുടെ കാര്യം പലപ്പോഴും പറയും. അതായത് ഒരു പുരുഷന് മറ്റൊരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ആ പുരുഷനെ എൻ്റെ ഭർത്താവല്ലേ എന്ന് വിചാരിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അതുപോലുള്ള പുരുഷന്മാരും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും എന്താണ് മാന്യമായിട്ടുള്ള ഒരു കുടുംബമായിരിക്കും. അത് കുഞ്ഞുങ്ങളുടെ സംരക്ഷണമുണ്ട്. കുടുംബ ബന്ധം തകർന്നു പോയി കഴിഞ്ഞാൽ, കാരണം സ്ത്രീക്ക് വേറൊരു ലൈഫ് ലഭിക്കും. ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഒരു 35 വയസ്സിൽ ഡൈവേഴ്സ് ആയി പോയി കഴിഞ്ഞാലും അവരെ സ്വീകരിക്കാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് 35 വയസ്സാണെങ്കിൽ പുരുഷന് ഒരു 40 വയസ്സ് കാണും. അപ്പോൾ അയാൾ ഡൈവേഴ്സ് ആയി പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സ്വീകരിക്കാനെന്ന് മാത്രമല്ല, അയാളുടെ കുടുംബജീവിതം താറുമാറാവും. അയാൾ പിന്നെ ഒറ്റപ്പെടലിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും. അയാളുടെ കുഞ്ഞുങ്ങളെ പോലും അയാളെ കാണാൻ കഴിയാത്ത രീതിയിൽ എന്താവും, അയാൾ ഒഫൻഡഡ് ആവുമ്പോൾ അയാളിലെ ഒരു പിതൃസ്നേഹം ഭർത്താവ് എന്നുള്ള അത് തകർന്നു പോകണ്ടെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായിരിക്കാം എന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, എന്നാലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള വകുപ്പുകൾ എടുത്ത് ഉപയോഗിക്കുന്നതിൽ ഇത് വലിയ ദുരന്തം ചെയ്യുമെന്നേ. ഇത് ജെനുവിൻ കേസ് പോലും ഇനിയിപ്പോൾ അംഗീകരിക്കാൻ പറ്റാതാകും. ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ, ഈ ജെനുവിൻ കേസുകളിൽ ഭൂരിഭാഗവും പുറത്തു വരുന്നില്ല, സ്ത്രീകൾ പുറത്ത് പറയുന്നില്ല, ജെനുവിൻ കേസുകൾ പറയുന്നില്ല. ഇതുപോലുള്ള ഉടായ്പ, അതെ, വരുന്നത് വലിയ ഉടായ്പ കേസുകൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പിന്നെ ജേർണലിസം ഒക്കെ പഠിച്ചിറങ്ങുന്ന ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു കഥ പറഞ്ഞു. പിന്നെ എനിക്ക് അവരും ജേർണലിസം പഠിക്കുന്നതാണ്. അവരെന്നോടൊരു കഥ പറഞ്ഞു. അവരുടെ കൂടെ റൂംമേറ്റായിട്ട് താമസിക്കുന്ന പെൺകുട്ടിയെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് കതക് ചവിട്ടി പൊളിച്ച് അകത്ത് വന്ന് റേപ്പ് ചെയ്തു. അവരവിടെ ഇല്ലായിരുന്നു. അവർ നാട്ടിൽ പോയ സമയത്ത് ഈ കുട്ടി മാത്രമേ അടുത്തുള്ളായിരുന്നു. അവരുടെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ട, അവനെതിരെ ആ കേസിൽ FIR ഇല്ല, അല്ലെങ്കിൽ അവനെ പേര് പറഞ്ഞേ, ആ കേസിൽ അവനെ FIR വീണിട്ടില്ല. അവൻ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആ കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് ഈ എൻ്റെ സുഹൃത്ത് പലതവണ ഈ പെൺകുട്ടിയോട് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാം, അത് തയ്യാറായില്ല. അവരുടെ വീട്ടുകാരപ്പോഴത്തേക്ക് പറഞ്ഞു വന്നു. അവരുടെ വീട്ടുകാർ പറഞ്ഞു വന്ന് അവർ ഒരു കാരണവശാലും പുറത്തു പോകണ്ട, അറിയരുത് എന്നൊക്കെ ആക്കി അവരുടെ ഭാവി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അത് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വന്ന കുട്ടിയായിരുന്നു. അതോടുകൂടി അതെല്ലാം നിർത്തി ആ കുടുംബക്കാർ വന്ന് അതിനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ കുട്ടി എൻ്റെ സുഹൃത്ത് മാക്സിമം പരമാവധി ശ്രമിച്ചു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പരമാവധി ശ്രമിച്ചു, എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോയി പരാതി കൊടുക്കണം, അവൻ എങ്ങനെ ഈ കാര്യത്തിൽ വെറുതെ വിടാൻ പറ്റില്ല. ഞാനത് ഇവളത് ബോധ്യപ്പെട്ടു. കഥകിന്റെ പൂട്ട് പൊളിഞ്ഞിരിക്കുക. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ചെന്ന പിന്നെ നാട്ടിൽ പോയിട്ടുള്ള തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് കാണുന്ന ഇതാണ്. അത്തരത്തിലൊരു സംഭവങ്ങൾ നടന്നിട്ട് പോലും ഇത് പുറത്തു വരുന്നില്ല. എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നാണക്കേട് മാനക്കേട് ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഈ യഥാർത്ഥ ഇരകളെല്ലാം ഒളിച്ചിരിക്കുകയും ഇങ്ങനെയുള്ള ഉടായിപ്പിരകളെല്ലാം പുറത്തു വരികയും. അതായത് ഇതിൻ്റെ സംഭവം എന്തെന്നറിയാമോ? മിക്കവാറും ഇത് ഭർത്താവ് പിടിച്ചപ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ അതെ അങ്ങനെ ആയപ്പോൾ ഇപ്പൊ കൈയോടെ ഇത് കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അവനെ പിടിച്ച് അകത്തിടുകയും ചെയ്തു. പോലീസ് അത് കഥ അതുപോലെ എടുത്ത് പുറത്തിട്ടു. നമ്മുടെ വടക്കം വീരകഥയിലെ സീനുണ്ടല്ലോ, അതായത് ചന്തുവിനെ ആർച്ചയാണെങ്കിൽ സ്വന്തം മുറിക്കകത്ത് വിളിച്ചു കയറ്റും. എന്നിട്ട് ചന്തുവിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കുഞ്ഞിരാമൻ കയറി വരുമ്പോൾ പെട്ടെന്ന് തള്ളി മാറ്റിട്ട് ദ്രോഹി കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. വടക്കൻ വീരകഥ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞു നിർത്താം. ശരി.